പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തമ്പുരാന് ഏറെ ഇഷ്ടപ്പെട്ടവരെ, ഗുഡ്നസ് TV നിങ്ങൾക്കായി ഒരുക്കുന്ന പ്രഭാത വിരുന്ന് എന്ന ഈ പ്രോഗ്രാമിലേക്ക് പ്രേക്ഷകരായ നിങ്ങളെല്ലാവരെയും സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നമ്മൾ തമ്പുരാൻ്റെ തിരുമുമ്പിലായിരിക്കുക. സ്പിരിറ്റ് ഫിൽഡ് മോർണിംഗ് എന്ന് പറയാറില്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ പ്രഭാതം. ശൂന്യമാകുന്ന നമ്മുടെ മനസ്സുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറയട്ടെ. രാത്രി മുഴുവൻ വിശ്രമിച്ച ശേഷം നമ്മളൊരു പുതിയ ദിവസം പ്രഭാതത്തിൽ ആരംഭിക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ, ഇന്നിൻ്റെ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും ഓരോ പ്രഭാതത്തിലും. അവയെക്കുറിച്ച് ആകുലപ്പെടുക എന്നുള്ളതല്ല. ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ കർത്താവ് അതെല്ലാം ഏറ്റെടുക്കും എന്നുള്ളൊരു വലിയ വിശ്വാസം നമുക്കില്ലേ? ഏറ്റെടുക്കുക മാത്രമല്ല, നമ്മുടെ കൂടെ നിൽക്കുകയും അവനെ നാം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്യും. നമുക്കതുകൊണ്ട് ഈ പ്രഭാതത്തെ കർത്താവിന് സമർപ്പിച്ച് കണ്ണുകളൊക്കെ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മളായിരിക്കുന്ന ഭവനത്തെ, നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ കൂടെയുള്ളവരെ, നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളവരെ, പ്രാർത്ഥന അർഹിക്കുന്നവരെ എല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ ഓർത്ത് ഈ ദിവസത്തെ ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തി കൊണ്ടും കൃപ കൊണ്ടും അനുഗ്രഹപൂർണ്ണമാക്കണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ അവന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കൂടി പരിഗണിക്കട്ടെ. അതുകൊണ്ട് ഈ ദിവസത്തിൻ്റെ നിയോഗമായി ആത്മഹത്യാ പ്രവണതയുള്ള ചില മനുഷ്യരുണ്ട്. പെട്ടെന്ന് മനസ്സിന് ചലനമുണ്ടാകുന്ന, അതുവഴിയായിട്ട് മനസ്സ് അസ്വസ്ഥപ്പെടുന്ന, മുമ്പോട്ട് കുതിക്കാനാവാതെ ജീവിക്കുന്ന ചില ആളുകൾ, അങ്ങനെയുള്ള വ്യക്തികളെല്ലാവരും പരിശുദ്ധാത്മാവിലൂടെ കൂടുതൽ ബലം പ്രാപിക്കാൻ, തിന്മകളിൽ നിന്നൊക്കെ വിടുതൽ നേടാൻ നമുക്കെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ നല്ല നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ നമുക്കിവിടെ ചേർത്ത് വയ്ക്കാം.
നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ വഴി കർത്താവിന് സമർപ്പിക്കണം. ഈ ശുശ്രൂഷയുടെ മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണല്ലോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്കിന്ന് വിചിന്തനത്തിനുള്ള വചനഭാഗമായി ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 4 മുതലുള്ള വാക്യങ്ങളെടുക്കാം. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കുക, അവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റി വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോട് സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഞാനൊരിക്കൽ ഒരു KSRTC ബസ്സിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് യാത്ര ചെയ്യുക. ആ സാമാന്യം തിരക്കുള്ള ബസ്സിൽ ഞാൻ ഇരുന്ന സീറ്റിൻ്റെ തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊരു ബസ്സിൽ കയറിയാലും നമുക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സമീപത്തിരിക്കുന്ന ആളുകൾ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെട്ട് എങ്ങോട്ടാ യാത്ര, ഇങ്ങനൊരു ചെറിയ രീതിയിലുള്ള സംഭാഷണങ്ങൾക്ക് നമ്മൾ നടത്താറില്ലേ. ഞാൻ അവിടെ കയറി ഈ കുപ്പായമൊക്കെ ഇട്ട് ഈ പള്ളിയിലച്ചൻ വന്ന് അടുത്തിരിക്കുന്നു. എനിക്കറിഞ്ഞുകൂടാ, അയാൾക്ക് ആകപ്പാടെ ഒരു ബിമ്മിഷ്ടം പോലെ. ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊന്നുമില്ല. അയാൾ അവിടെ ഇരുന്നു. കുറേ സമയം കഴിച്ചു. ഞാൻ ചോദിച്ചു, എങ്ങോട്ടാ യാത്ര പോവുക? കാരണം നമ്മൾ അങ്ങനെ ചോദിച്ചറിഞ്ഞിരിക്കുന്നതൊക്കെ നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു, അതിന് വിഷമം ഉണ്ടായെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ നമ്മൾ പരിചയപ്പെട്ട് ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന ആളാണ് കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന ആളാണ് കേട്ടോ എന്നൊക്കെ ഒന്ന് പറയാമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു പ്രതിസന്ധിയിൽ ആ ആൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ അടുത്തിരിക്കുന്ന ആളിനെ ഞാൻ പരിചയപ്പെടും, എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ്, എന്നെ തന്നെ ഞാൻ പരിചയപ്പെടുത്തും. അപ്പോൾ അത് നമുക്ക് പല കാര്യങ്ങളിലും സഹായകമായിട്ട് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അയാളുടെ ഒന്ന് പരിചയപ്പെടാനൊക്കെ നോക്കിയിട്ട് അയാൾ യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ലാതിരിക്കുക. ഞാനപ്പോൾ അയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. നിങ്ങളെന്നെ എപ്പോഴൊന്ന് ശ്രദ്ധിക്കണം. അയാൾ കാണിച്ചൊരു ആംഗ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരിക. അയാളിങ്ങനെ കാണിക്കും, കൈ ഇങ്ങനെ വെച്ചിട്ട്. നിങ്ങൾക്ക് പലതും ഇതിൽ നിന്ന് ഊഹിച്ചെടുക്കാൻ പറ്റും. അയാളിങ്ങനെ ഒരു ചോദ്യം, എന്താ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒന്നും ഗുണപ്പെടുന്നില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ കാണിക്കുക. അപ്പം ഞാനത് ശ്രദ്ധിച്ചു. പലപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നിട്ട് ഇയാളിങ്ങനെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ബസ് ബ്രേക്ക് ചെയ്തപ്പോൾ എല്ലാവരും നുലഞ്ഞ ആകപ്പാടെ. അപ്പോൾ ഇയാളുടെ തലയിൽ ഇടിച്ചെന്നാണ് എനിക്ക് തോന്നുക. ആളുകളൊക്കെ പെട്ടെന്ന് എഴുന്നേറ്റു. പിന്നെ അതെല്ലാവരുടെ സംഭാഷണ വിഷയമായി. പെട്ടെന്ന് ബസ് നിർത്തി എന്തിനാണ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് എന്തിനാണ്, ബ്രേക്ക് ചെയ്ത് എന്തിനാണ് ഒക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങി ആളുകൾ. അങ്ങനെ സംഭാഷണം. അപ്പോൾ അയാളും അതിനോടൊക്കെ ചേർന്നൊക്കെ നിൽക്കുന്നെന്ന് തോന്നി. അപ്പോൾ പിന്നീട് ഞാൻ അയാൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ച ചെറിയ ഉത്തരവൊക്കെ എനിക്ക് കിട്ടി. ഞാൻ അയാൾ ശ്രദ്ധിക്കാതെ അയാളുടെ മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ജീവിതത്തിൽ നിരാശയോ നഷ്ടബോധമോ കൊണ്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അയാൾ എന്ന്. പ്രത്യേകിച്ചൊന്നും പിന്നീട് അയാളിനോട് വേണ്ടിയില്ല. അയാൾ ഒരു ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ അയാൾ ഇറങ്ങേണ്ട സ്ഥലത്ത് വന്നപ്പോൾ അയാൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഒരുപാട് നഷ്ടബോധത്തിൻ്റെ ചിന്തകളുമായി ജീവിക്കുന്ന ആളുകളുണ്ട്. ജീവിതത്തിൽ നേടാൻ കഴിയാതെ പോയത്, ഒത്തിരി നല്ല സ്വപ്നങ്ങളുണ്ടായിരുന്നെല്ലാം പൊലിഞ്ഞു പോയത്, ഒത്തിരി പ്രതീക്ഷകൾ അസ്തമിച്ചു പോയത്, അല്ലെങ്കിൽ ഉദ്ദേശിച്ച വിജയം നേടാൻ കഴിയാത്ത ആളുകൾ, സ്നേഹിക്കുമെന്ന് വിചാരിച്ച് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തിട്ട് ഉദ്ദേശിച്ചതിന് സ്നേഹം കിട്ടാതെ പോയ ആളുകൾ, വിജയിക്കുമെന്ന് വിശ്വസിച്ച് അല്ലെങ്കിൽ പ്രതീക്ഷിച്ച് ഓരോ സംരംഭത്തിന് ഇറങ്ങിത്തിരിച്ചിട്ട് അത് നേടാൻ പറ്റാതെ വന്നവർ, ഓരോരോ പ്രതീക്ഷകളൊക്കെ തകർന്നു പോയവർ, അങ്ങനെ നമുക്ക് ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഉപരി നമ്മൾ കാണുന്ന ചില ആളുകൾ കുറ്റബോധമുള്ളവരാണ്, നഷ്ടബോധമുള്ളവരാണ്.
നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയല്ലോ, തിരിച്ചു പിടിക്കാനുള്ളൊരു മനസ്സ്. അതില്ലാതെ അതിൻ്റെ നിരാശയും ദുഃഖവുമായിട്ട് കഴിയുന്ന ഒരുപാട് ആളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അമിത ആവേശം കൊണ്ട് എടുത്തു ചാടിയിട്ട് ഒരിടത്ത് എത്തിച്ചേരാൻ പറ്റാത്ത ആളുകൾ, അതുപോലെ തന്നെ സൽപ്പേര് നഷ്ടപ്പെട്ടവർ, ആരും അറിയാത്ത കുറ്റബോധം ചുമന്ന് നടക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ കുറേ മനുഷ്യരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നു നമ്മുടെ ജീവിതങ്ങളിൽ. നമ്മളിൽ ഒരുപക്ഷെ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോഴൊക്കെ നമുക്ക് എവിടെയാണ് ഒരു കച്ചുത്തുരുമ്പെന്നൊക്കെ നമ്മൾ പിടിക്കാനും പിടിമുറുക്കാനും എവിടെയാണ് നമ്മൾ പിടിച്ചു നിൽക്കുക? തമ്പുരാൻ്റെ തിരുമുമ്പിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളെയൊക്കെ സൗരജീവികളെന്ന് പറയാൻ പറ്റുമെന്നാണ് പറയുന്നത്. സൗരജീവികളെന്ന് പറഞ്ഞാൽ സൂര്യനോടൊപ്പം യാത്ര ചെയ്യുന്ന ആളുകളാണ്. സൂര്യന് ഉദിക്കുമ്പോൾ നമ്മൾ ഉണരുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മൾ വിശ്രമിക്കാൻ പോകുന്നു, പിറ്റേ ദിവസവും സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ ഉണരുന്നു, ആ സൂര്യനോടൊപ്പം യാത്ര ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൗരജീവികളെന്ന മനുഷ്യനെക്കുറിച്ച് പറയാറുണ്ട്. 121 സങ്കീർത്തനം ഇത് വായിക്കുമ്പോൾ ഈ സൗരജീവികളല്ല നമ്മളെന്ന് നമുക്ക് മനസ്സിലാകും. 121 സങ്കീർത്തനത്തിൽ ദൈവത്തെക്കുറിച്ച് പറയും. നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന കാവൽക്കാരനാണ് ദൈവം. നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാത്തൊരു ദൈവം നമുക്കുണ്ട്. അതെന്തൊരു ആശ്വാസം നൽകുന്ന വചനമാണെന്ന് നമ്മൾ ഓർത്ത് നോക്കും. നമ്മൾ ഉറങ്ങുന്നു, നമ്മൾ വിശ്രമിക്കുന്നു, അപ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ നമുക്ക് കാവലിരിക്കുന്ന ദൈവമുണ്ടെന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് സത്യമാണ്. അനുഭവിച്ചുകൊണ്ട് അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഓരോ കാര്യത്തിലും നമ്മൾ എന്തുമാത്രം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തോതനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന കൃപയും വരവുമൊക്കെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ അങ്ങനെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തോട് ഓരോ ദിവസവും ചേർന്ന് ജീവിക്കുക. നമുക്ക് നഷ്ടങ്ങൾ വരാം, പക്ഷേ തമ്പുരാൻ്റെ മുമ്പിലേക്ക് നഷ്ടങ്ങളുമായിട്ട് എത്തുമ്പോൾ ആ നഷ്ടങ്ങളെല്ലാം ലാഭങ്ങളാക്കി മാറ്റാൻ കർത്താവിന് പറ്റും. അങ്ങനെ എന്തുമാത്രം അനുഭവമുള്ള ആളുകളൊക്കെ ഉണ്ട്. ദൈവത്തിലേക്ക് അടുക്കാതെ പോയത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ കാലഘട്ടത്തെ ഓർത്ത് വിലപിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അതല്ലേ സെയിൻറ്റ് അഗസ്റ്റിനൊക്കെ പണ്ട് പറഞ്ഞത്. സെയിൻറ്റ് അഗസ്റ്റിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇത്രയും പണ്ഡിതനായ ഒരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇതുപോലെ വിലപിക്കുന്നില്ല, നഷ്ടപ്പെടും. നിന്നെ അറിയാൻ ഞാൻ എത്രയോ വൈകിപ്പോയി എൻ്റെ ദൈവമേ എന്നാ ചോദിക്കുക. നിന്നെ അറിയാൻ ഞാൻ എന്തുമാത്രം വൈകിപ്പോയി. അതുകൊണ്ട് നഷ്ടം നമുക്കാണ്. ഞാൻ ഈയിടെ ഒരു പുസ്തകത്തിനകത്തൊരു കഥ വായിച്ചു. കഥ എന്ന് പറയുന്നത് ഓഷോയുടെ കഥയാണ്. ഓഷോ ആരാന്നൊക്കെ നമുക്കറിയാം. 1970-കളിലൊക്കെ ഇന്ത്യയിൽ പൂനായിലൊക്കെ ഉണ്ടായിരുന്ന ഓഷോ എന്ന് പറയുന്ന സന്യാസി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്കറിയാം. കഥ ഇങ്ങനെയാണ് പോവുക. കഥയാണെന്ന് ഓർക്കണേ. അപ്പോൾ ഒരാൾക്ക് ഇഷ്ടം പോലെ പണം കിട്ടി. ഇഷ്ടം പോലെ പണം കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ പണം ഉണ്ടായപ്പോൾ എന്ത് ചെയ്യുന്നു, കുറേ പണവുമായിട്ട് തൻ്റെ ഗുരുവിനെ കാണാൻ പോയി. ഈ പണം എങ്ങനെ ചിലവഴിക്കുന്നത് ഇയാൾക്ക് അറിഞ്ഞുകൂടാ. ഗുരുവിൻ്റെ അടുത്ത് ഈ പണസഞ്ചിയുമായി എത്തിക്കഴിഞ്ഞപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിച്ചും ഗുരു പെട്ടെന്ന് ആ പണസഞ്ചി വാങ്ങിയിട്ട് അയാളിരുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഓടി. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. അയാൾ ഇറങ്ങി ഓടിയപ്പോൾ ഈ ധനവാനായ മനുഷ്യനും പുറകെ ഓടി. രണ്ടുപേരും കൂടി മത്സരിച്ചോടി. ഒടുവിൽ കിതച്ച് ഗുരു നിന്നു ഈ പണസഞ്ചിയും പിടിച്ചുകൊണ്ട്. ഇയാളും ഒപ്പമെത്തി. എന്നിട്ട് ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് ഈ പണസഞ്ചി ഇയാൾക്ക് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഗുരു അയാളോട് ചോദിച്ചു, ഞാൻ ഇതും കൊണ്ട് രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ലേ? ഇല്ല, നിങ്ങളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നഷ്ടബോധം എന്ന് പറയുന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ശക്തമായിട്ട് നിൽപ്പില്ലേ? ഞാൻ ഈ പണം കൊണ്ട് പോയെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചല്ലേ നിങ്ങളും കിതച്ച് എൻ്റെ പിറകെ കടന്നു വന്നത്? അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. എല്ലാ നഷ്ടങ്ങളും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞൊരു ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഇത് കഥയായതുകൊണ്ട് നമുക്ക് ബാക്കി അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ വന്ന നഷ്ടങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ചിന്തിക്കുന്നവരുണ്ട്, പക്ഷേ അത് വളരെ രഹസ്യമായിട്ടാണെന്ന് മാത്രം. ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. തമ്പുരാൻ നഷ്ടപ്പെട്ടിട്ട് ജീവിച്ച ഒരുപാട് മനുഷ്യരില്ലേ? നമ്മുടെ ധ്യാന സെൻറ്ററുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം ഇതാ. ചിലർ എങ്ങനടിച്ച് കരയുന്നവരെ കണ്ടിട്ടുണ്ട്. എന്താ? നഷ്ടപ്പെട്ടു പോയ ദൈവത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ. ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, എനിക്ക് ഇത്രയും കാലം എൻ്റെ ദൈവത്തെ എനിക്ക് കൂടെ കൊണ്ടുനടക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ദൈവത്തെ ഓർത്ത് വിലപിക്കുന്ന ആളുകളുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഒരുപാട് നന്മയുടെ അവസരങ്ങളുണ്ട്. ഒരുപാട് നന്മയുണ്ടാക്കാമായിരുന്നു ജീവിതം കൊണ്ട്. പക്ഷെ അതൊക്കെ പോയി.
ഒന്ന് ക്ഷമിച്ചാൽ മതിയായിരുന്നു, ഒന്ന് പൊറുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ വിളിച്ചിരുത്തി ഒന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു, ഒന്നറിയാൻ ശ്രമിച്ചാൽ മതിയായിരുന്നു, ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും എന്ന് തിരിച്ചറിയാതെ നഷ്ടപ്പെടുത്തിക്കളയുന്ന നന്മയുടെ ഒരുപാട് അനുഭവങ്ങളൊക്കെ കുടുംബങ്ങളിലൊക്കെ എന്തുമാത്രം ആളുകൾ അങ്ങനെ ഉണ്ട്. മാറിയിരുന്ന് കരയുകയാണ് നഷ്ടപ്പെട്ടു പോയത് അതിനെ ഓർത്ത്, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തപ്പെട്ട കാര്യങ്ങളുടെ വിലയോർത്ത് ദുഃഖിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇത്ര വിലപ്പെട്ടതാണല്ലോ കൈമോശം വന്ന് പോയത്, അതുകൊണ്ട് അതിനെ ഓർത്ത് ദുഃഖിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം അനുഭവങ്ങളുള്ള ധാരാളം വ്യക്തികളില്ലേ? നമുക്ക് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ടോ? തമ്പുരാനിലേക്ക് എത്തി നിൽക്കാൻ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവൻ നഷ്ടപ്പെട്ടതിനൊക്കെ തിരികെ പിടിച്ച് നമുക്ക് തരുന്നവനാണ്. നമുക്ക് നഷ്ടപ്പെട്ടത് തമ്പുരാനാണെങ്കിൽ ആ തമ്പുരാൻ തന്നെ നമ്മുടെ പക്കലേക്ക് വരും. നമുക്ക് നഷ്ടപ്പെട്ട ദൈവികമായ കൃപകൾ, അനുഗ്രഹങ്ങൾ നമുക്ക് തന്നുകൊണ്ട് ദൈവം തന്നെ ഇങ്ങോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. ദൈവം കൂടെയില്ലേ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ അർത്ഥം ഇതൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ നന്മകളെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. പിന്നെ നന്മയുടെ ജീവിതം ആരംഭിച്ചാൽ പോരെ. അങ്ങനെയൊക്കെയല്ലേ ആളുകളൊക്കെ കൂടുതൽ വരിക. എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്. ഈ ജീവിതത്തിനിടയിൽ ഈ വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ എന്നെ ഈ പ്രായത്തിനിടയ്ക്ക് ഇന്ന നന്മകളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഇനി അത് സംഭവിക്കില്ല എന്നുള്ള ശക്തമായ ഉറച്ച തീരുമാനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പുതിയ പ്രതിജ്ഞകളോടുകൂടി ജീവിതത്തെ തിരികെ പിടിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. ഈ തിരികെപ്പിടുത്തത്തിൻ്റെ വേദികളിലാണ് നമ്മുടെ സുവിശേഷ വേലകളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ട് പോകുക. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഒരുപാട് വെളിച്ചങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. എൻ്റെ വചനം നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴി പ്രകാശമാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 15 വാക്യം അതൊക്കെ നമ്മൾ പറയുക. ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഒരുപാട് നന്മകളെ ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട്. അങ്ങോട്ടൊക്കെ തിരിയാതെ നമ്മുടെ ജീവിതത്തിന് നഷ്ടങ്ങൾ സംഭവിച്ചതിനെ ഓർത്ത് പിന്നീട് വിലപിച്ചിട്ട് നമുക്ക് എന്താ കാര്യം എന്ന് നമ്മൾ ഓർക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ബോംബെയിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി. ഞാൻ അവിടെ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് പോയതാണ്. ഒരു വൈകുന്നേരം ധ്യാനമുള്ളൂ. അപ്പോൾ പകലെന്തിയോളം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്നതല്ല. അതുകൊണ്ട് പള്ളിയിൽ പോയിരിക്കും, എന്തെങ്കിലുമൊക്കെ വായിക്കും, കുറേ പ്രാർത്ഥിക്കും, കുരിശിൻ്റെ ചൊല്ലും, കൊന്ത ചൊല്ലും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരത്തി, ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട്, ഫാദർ വുഡ് യു പ്ലീസ് കം ടു ദാറ്റ് പ്ലേസ്, അവിടെ ഒരു കുമ്പസാരക്കൂട്ടുണ്ട്. ഞാൻ ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ് ടു യു, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അന്നൊരാ പെൺകുട്ടി പറഞ്ഞു, ഐ നോ ദാറ്റ് ദിസ് ഈസ് ദ പ്ലേസ് വെയർ യു ഗീവ് ഗുഡ് അഡ്വൈസ് ടു ദി പീപ്പിൾ. ആളുകൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്ന സ്ഥലമാണ് ഇത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വന്നതാണ്. ഞാൻ ഏതായാലും കുമ്പസാരക്കൂട്ടി പോയിരുന്നു. അപ്പോഴാണ് ഈ പെൺകുട്ടി ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ യൗവനത്തിൻ്റെ ആ സൗന്ദര്യം എങ്ങനെയാണ് തിരിച്ചു പിടിക്കുക എന്ന് ഓർത്ത് വിലപിച്ച് കരഞ്ഞു വരിക. കുറേ കാര്യങ്ങളൊക്കെ ക്രിസ്ത്യാനിക്കുട്ടിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുമ്പസാരത്തിൻ്റെ മേഖലയിലേക്ക് വരുന്നില്ല, നമുക്ക് ഓർക്കാം ആ കാര്യം. എന്നാലും ആ പെൺകുട്ടിയെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രശ്നം അറിഞ്ഞപ്പോൾ ഞാനൊരു കസേരയിട്ട് പള്ളിയിലിരുത്തി കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിൽ കെട്ടിക്കിടക്കുകയാണ് ഇങ്ങനെയുള്ള നഷ്ടബോധത്തിൻ്റെ കഥകൾ, കുറ്റബോധത്തിൻ്റെ കഥകൾ, സംഭവങ്ങൾ എല്ലാം ഓർത്തെടുത്ത് തമ്പുരാൻ്റെ മുമ്പിൽ വെക്കാൻ ഞാൻ ആ പെൺകുട്ടിയെ എൻ്റെ പറ്റുന്നതുപോലെയൊക്കെ അതിന് സഹായിച്ചു. ഇതാണ് തമ്പുരാൻ. എന്നിട്ട് എനിക്ക് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണി സമയത്ത് വീണ്ടും ഈ പെൺകുട്ടി വന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അതിൻ്റെ മുഖഭാഷ പോലും മാറിപ്പോയി. കാരണം ഹൃദയത്തിൽ നിന്ന് ഒരുപാട് ഭാരങ്ങൾ, കുറ്റബോധത്തിൻ്റെ മുറിവുകളൊക്കെ മാറി സൗഖ്യം കിട്ടിയപ്പോൾ മുഖഭാഷയ്ക്ക് പോലും മാറ്റമുണ്ടായി. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. മനസ്സിൻ്റെ കണ്ണാടിയായിട്ട് മാറുക. ഒത്തിരി മൗന ദുഃഖങ്ങളുമായിട്ട് നടക്കുന്ന ആളുകളല്ലേ. ചിരികൊണ്ട് പുതിയുന്ന മൗന ദുഃഖങ്ങളാണ് ചിലരുടെ സമ്പാദ്യം എന്നൊക്കെയുള്ള കവിതകളും പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, ചിരികൊണ്ട് പുതിയുന്ന മൗന ദുഃഖങ്ങളുമായിട്ട് നടക്കാതെ നമ്മുടെ മൗന ദുഃഖങ്ങളുടെ പിറകിലെ നഷ്ടബോധത്തെയെല്ലാം കണ്ടെത്തിയിട്ട് ആ നഷ്ടങ്ങളെയെല്ലാം ദൈവപാദങ്ങളിൽ വയ്ക്കുമ്പോൾ ആ നഷ്ടങ്ങളെയെല്ലാം തിരികെ തരാൻ, നഷ്ടപ്പെടുത്തലും തിരികെ തരാൻ തമ്പുരാന് പറ്റും എന്ന വലിയ ബോധ്യം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകട്ടെ. നമുക്കതിനു വേണ്ടി തമ്പുരാൻ്റെ തിരുമുമ്പിൽ അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് വീണ്ടും നമ്മുടെ പ്രാർത്ഥനയിലേക്ക് മടങ്ങാം. കണ്ണുകളൊക്കെ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. തമ്പുരാനോട് കൂടുതൽ വെളിച്ചം തരണമെന്ന് അപേക്ഷിക്കാം. നഷ്ടപ്പെട്ടു പോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാട്ടിത്തരാൻ. ആടുകൾ നഷ്ടപ്പെട്ടപ്പോൾ ഇടയൻ മനസ്സിലായി 100 ആടുകളിൽ 1 പോയി എന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന്. ആ നഷ്ടപ്പെട്ടതിനെ തേടിപ്പോയവനാണ് നമ്മുടെ സഹായത്തിനുള്ളത് എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ, എവിടെയെല്ലാം
നഷ്ടപ്പെട്ടു പോയി. അത് നമ്മൾ നഷ്ടപ്പെടുത്തിയതാവാം, വെറുതെ കൈവശം വന്ന് പോയതല്ല. നഷ്ടപ്പെടുത്തിയതാണെങ്കിൽ നമുക്ക് അതിന് കർത്താവിനോട് എളിമയോടെ മാപ്പ് അപേക്ഷിക്കാം. ഈശോയെ, ഇന്ന കാര്യങ്ങൾ, ഇന്ന അവസ്ഥകളിൽ എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ട്, എൻ്റെ വിവേകമില്ലായ്മ കൊണ്ട്, എൻ്റെ ജ്ഞാനമില്ലായ്മ കൊണ്ട് ഒക്കെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ തിരികെ തരണമേ, ഒന്നൊഴിയാതെ മുഴുവനും തരണമേ. എന്നിട്ട് എൻ്റെ ജീവിതത്തെ പൂർണ്ണത കൊണ്ട് നിറയ്ക്കണമേ എന്നൊക്കെ നമുക്കൊരു നിമിഷം ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ മനസ്സുകളിലേക്ക് നൽകുന്ന വെളിച്ചം, നല്ല പ്രചോദനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ഒക്കെ നോക്കിയിട്ട് ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി എന്നതിനെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിച്ച് മാപ്പ് അപേക്ഷിക്കാം. നഷ്ടപ്പെട്ടു പോയവ തിരികെ പിടിക്കാൻ നമുക്ക് പറ്റും. കർത്താവ് ഒപ്പമുണ്ടെങ്കിൽ എന്നെ ശക്തിപ്പെടുന്നവനാ കർത്താവിന് എനിക്കെല്ലാം സാധ്യമാകുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമുക്കിതൊക്കെ സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നൈരാശ്യത്തിൻ്റെ ഒരു ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാതെ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നേടാൻ വേണ്ടിയിട്ട് കർത്താവെ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വെളിച്ചവും എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമെന്ന് നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരിക്കുക. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, നീ ഞങ്ങളെ പഠിപ്പിക്കുന്ന പാഠം നീ എപ്പോഴും നഷ്ടപ്പെട്ടതിനെ തിരികെ പിടിക്കുന്നവനും നഷ്ടപ്പെട്ടതിന് വേണ്ടി കാത്തിരിക്കുന്നവനുമാണെന്നൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ നിനക്ക് നഷ്ടപ്പെട്ടവരായെങ്കിൽ ഞങ്ങളിതാ നിൻ്റെ പക്കലേക്ക് മടങ്ങി വരുന്നു. കർത്താവായ ഈശോയെ നീ ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം ഇതിനോട് ചേർന്ന് പോകുന്നതായതുകൊണ്ട് നിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ത്രിയേക ദൈവമേ, അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിറയാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങളെ എപ്പോഴും നിറച്ച് അനുഗ്രഹിക്കണമേ. സ്വർഗത്തിലുള്ള ഞങ്ങളുടെ മധ്യസ്ഥരായ വിശുദ്ധരെ, പ്രത്യേകമായ പരിശുദ്ധ അമ്മേ, വിശുദ്ധ യൗസേപ്പേ, ഞങ്ങളുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ആവശ്യമുള്ള ദൈവത്തിൻ്റെ കൃപയും വരവും എല്ലാം ലഭിക്കാൻ പരിശുദ്ധ ദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പേരുകൾക്ക് കാരണമായ വിശുദ്ധരെ ഞങ്ങളെപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിൽ സൂക്ഷിച്ചു കൊള്ളണമേ. കർത്താവായ തമ്പുരാൻ്റെ കൃപയിൽ എന്നും ജീവിക്കുവാൻ, എല്ലാ നഷ്ടങ്ങളും നികത്തി എന്നും പൂർണ്ണതയിലേക്ക് വിശുദ്ധിയിലേക്ക് വളരാൻ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും അങ്ങയുടെ പരിശുദ്ധമായ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രത്യേകമായിട്ട് ചിലരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിട്ടുള്ളവർ, നമ്മുടെ പ്രാർത്ഥനാ സഹായം അർഹിക്കുന്നവർ, രോഗമുള്ളവർ, കഷ്ടപ്പെടുന്നവർ, പ്രാർത്ഥിക്കാനാവാത്തവർ, അറിയാത്തവർ, അങ്ങനെയുള്ള എല്ലാവരെയും നമുക്ക് പ്രത്യേകം ഓർക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളെ, കുടുംബത്തിലുള്ളവരെ, ഏതെങ്കിലും നിരാശയിലോ ദുഃഖത്തിലോ നഷ്ടത്തിലോ നഷ്ടബോധത്തിലോ കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നകന്ന് പാപത്തിൻ്റെ വഴികളിലേക്ക് പോയി തകർച്ച അനുഭവിക്കുന്നുണ്ട്, അങ്ങനെയുള്ളവരെ, ബാധ്യതകളിൽ പെട്ട് കിടക്കുന്നവരെല്ലാം നമുക്ക് ഓർക്കാം. തമ്പുരാനെ, നിൻ്റെ പരിപാലനയുടെ കരം ഞങ്ങളുടെ മേൽ എല്ലാവരുടെ മേലും വയ്ക്കണമേ. ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.
പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി കാത്തിരിക്കാം. അവൻ നമ്മളെ അനുഗ്രഹിക്കുന്നവനും ആശീർവദിക്കുന്നവനുമാണ് എന്ന് നമ്മൾ അറിയുന്നു. അതിനായി നമുക്ക് തലകുനിച്ച് പ്രാർത്ഥിക്കാം. അവൻ നമ്മുടെ ശിരസ്സുകളിൽ തൊട്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നമ്മളോടുകൂടി എപ്പോഴും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരങ്ങളെ, നമുക്ക് വീണ്ടും ചില കാര്യങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ ജനോപകാരപ്രദമാകാൻ, ഒരുപാട് ആളുകൾ ഇതിലൂടെ ഒത്തിരി കുറവുകൾ കണ്ടെത്താൻ, വലിയ കൂടാരങ്ങളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ, നമ്മുടെ ഈ ശുശ്രൂഷ കൂടുതൽ സ്വീകാര്യമായി തീരാൻ കർത്താവ് അനുഗ്രഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധയുടെ സംരക്ഷണത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും കൂടി നമുക്കാകട്ടെ. ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ആമേൻ.